Hello everyone, welcome to my channel Mathslink. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻ എങ്കിലും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം if -3 is one of the question നോക്കിയാൽ if -3 is one of the zeros of the polynomial k-1 x square plus kx plus 1 find the value of k എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഏതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പി ഓഫ് എക്സ് അല്ലെ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, അവര് ഇക്വേഷൻ ഏതാണ് തന്നിരിക്കുന്നത്, k-1 x സ്ക്വയർ പ്ലസ് kx പ്ലസ് 1. ഇതിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഈ -3 is one of the zeros of the polynomial എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പി എന്ന് പറയുന്നത് എന്താണ്, -3. പി ഓഫ് -3 ഈസ് ഈക്വൽ ടു എന്താണ്, 0 അല്ലെ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് k-1 ഹോൾ സ്ക്വയർ പ്ലസ് kx പ്ലസ് 1 ആണ്. അതുപോലെ തന്നെ പി ഓഫ് -3 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, -3 എന്ന് ഇട്ട് കൊടുക്കുക അല്ലെ. -3 എന്ന വാല്യൂ എക്സ് ഉള്ളിടത്തൊക്കെ ഇട്ട് കൊടുക്കുക. നോക്കിയേ, k-1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന് -3 അല്ലെ, -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് k ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, -3 പ്ലസ് 1. നോക്കിക്കേ, k-1 ഇൻറ്റു 3യുടെ സ്ക്വയർ എത്രയാണ്, 9 പ്ലസ് k ഇൻറ്റു -3 എന്താണ്, -3k പ്ലസ് 1 ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ k-1 ഇൻറ്റു 9 എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. നോക്കിക്കാം, 9 ഇൻറ്റു k എന്ന് പറയുന്നത് എന്താണ്, 9k മൈനസ് 9 ഇൻറ്റു -1 -9 മൈനസ് 3k പ്ലസ് 1 ആണല്ലോ. ഇത് നോക്കിക്കേ, നമുക്ക് 9k മൈനസ് 3k എന്ത് വരും, നമുക്ക് 6k അല്ലേ. ഇനി -3 പ്ലസ് 9 എത്രയാ വരുന്നത്, -8. അപ്പൊ നമുക്ക് 6k മൈനസ് 8 ഈസ് ഈക്വൽ ടു എന്താണ്, 0 എന്ന് വരും അല്ലേ. therefore 6k മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതുപോലെ തന്നെ അപ്പൊ 6k എന്ന് പറയുന്നത് എന്താകും, 8 ആകും. therefore k is equal to എന്താണ്, 8 divided by 6. 8 divided by 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 8നെയും 6നെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്താണ്, 4 2s are 8, 3 2s are 6 അല്ലെ. അപ്പൊ എത്ര കിട്ടും, നമുക്ക് 4/3 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഒരു പോളിനോമിയൽ തന്നിരുന്നാൽ അതിനെ നമ്മള് ഇപ്പൊ ഇവിടെ പോസിറ്റീവ് +3 ആണെങ്കിൽ എന്താണ്, +3 ഇട്ട് കൊടുക്കും. ഇവിടെ -3 ആയതുകൊണ്ട് -3 നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പം ആൻസർ കെയുടെ എത്ര കിട്ടും, നമുക്ക് 4/3. Next question. Okay, find the HCF of the numbers 540 and 630 using prime factorization method. നമുക്കറിയാം prime factorization method വെച്ച് എങ്ങനെയാ ചെയ്യുന്നത് നമുക്കറിയാല്ലേ. ആദ്യമേ 540 ഫാക്ടറൈസേഷൻ ചെയ്യണം, 630യും ഫാക്ടറൈസേഷൻ ചെയ്യണം. അത് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെറിയ സംഖ്യ തുടങ്ങിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. 540 എടുത്ത് നോക്കാം. 540ക്കകത്ത് നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2നകത്ത് ആകുമ്പോഴത്തേക്കും 2 2s are 4, റിമൈൻഡർ ബാക്കി കിടക്കുന്ന എത്രയാണ്, 1 1 4 ആകുമ്പോൾ 7 അല്ലേ. 14 ആകുമ്പോൾ 7 2s are 14, പിന്നെ 0 അതുപോലെ തന്നെ എഴുതുന്നു. 270 ഇൻറ്റു 2 ആണല്ലോ 540 വരുന്നത്. ഇനി നോക്കിക്കേ, ഇനിയും 2 വെച്ചിട്ട് ചെയ്യാം. 2നകത്ത് 1 ടൈംസ് 7 വരും, 3 2s are 6, ബാലൻസ് 1 വരും, 10 വരുമ്പോഴത്തേക്ക് 5 2s are 10 അല്ലേ. പിന്നെ ഇതെന്തുകൊണ്ട് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. 3 കൊണ്ടാകുമ്പോൾ 13നകത്ത് എത്ര ടൈംസ് അടങ്ങും, 4 3s are 12, ബാലൻസ് 1 ഇവിടെ വരുമ്പോൾ 15 ആകും. 15നകത്ത് 5 3s are 15, വീണ്ടും 3 കൊണ്ട് 15 ഇൻറ്റു 3 ആണ് 45 വരുന്നത്. വീണ്ടും 3 കൊണ്ട് എന്താണ്, 5 3s are 15 അല്ലേ. വീണ്ടും 5 കൊണ്ട് ചെയ്യാം, 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫാക്ടർ കിട്ടുന്നത് 540 2 ഇൻറ്റു
2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 വരും അല്ലേ. ഇനി നമുക്ക് നോക്കാം അടുത്ത ഏതാണ് വരുന്നത്. 630. 630 നോക്കാം. 630 നമുക്ക് നോക്കാം 2 ഉണ്ട്. 2 കൊണ്ടാകുമ്പം 3 2s are 6. 1 3 1 ടൈംസ് അതുപോലെ എഴുതി. ബാലൻസ് ഇവിടെ 1 വരും, 10 ആവും. 5 2s are 10. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് നോക്കിക്കേ. 1 3s are 3. ഇവിടെ എന്താണ് 1 പോവില്ല, അപ്പൊ 0 ഇട്ടു. ബാലൻസ് ഇവിടെ വരുമ്പോൾ 15 ആകും. 15 5 3s are 15 വരും. വീണ്ടും 3 കൊണ്ട് 3 ഇൻറ്റു 3 10 എത്ര പ്രാവശ്യം അടങ്ങും. 3 3s are 10. ബാലൻസ് ഇവിടെ 1 വരും, 15. 3 5s are 15 വരും. പിന്നെയോ ഇതും 5 കൊണ്ട് നമുക്ക് ചെയ്യാം. 3 കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ആഡ് ചെയ്യുമ്പോൾ 8 ആണ് വരുന്നത്. 8 3യുടെ മൾട്ടിപ്പിൾസ് അല്ല അല്ലെ. അപ്പം നോക്കിക്കേ 35 5 7 ടൈംസ് അല്ലെ. നമുക്ക് ഇവിടെ ഏതാണ് കിട്ടുന്നത്, നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെയാണ്. 7 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1 നമുക്ക് നോക്കാം. ഫാക്ടർ കിട്ടുന്നത് 630യുടെ വരുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 അല്ലെ. അപ്പൊ നോക്കിക്കേ ഇതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് പൊതുവായിട്ട് 2 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഇവിടെ എഴുതാം. വീണ്ടും ഇവിടെ 2 ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ അത് നമുക്ക് വെളിയിലോട്ട് എടുക്കാം 3. ഇനി ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അതുകൊണ്ട് വീണ്ടും എടുക്കാൻ പറ്റും, പൊതുവായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ, ഇവിടെ 3 ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നോക്കിക്കേ ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എടുക്കാം. നോക്കിക്കേ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 3 18, 18 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ് 90. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യ മുതലിട്ട് ചെയ്ത് പോവുക. അല്ലെങ്കിൽ എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ 5 കൊണ്ട് ചെയ്യാമെന്ന് വെക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ 2 കഴിഞ്ഞാൽ വീണ്ടും 3 നോക്കുക. 3 കഴിഞ്ഞിട്ട് വേണം നമ്മൾ 5 നോക്കാൻ കേട്ടോ. അപ്പൊ നിന്റെ ആൻസർ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി.